എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കാൻ ഭയക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുമല്ല, ചൈനയുടെ മൈക്രോവേവ് വെപ്പൺസ് ഇറാനിലുണ്ടോ എന്ന ഭയം തന്നെയാണ്. കാരണം ചൈനയുടെ ഒരുപാട് കാർഗോ ഷിപ്പുകൾ ഇറാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഷിപ്പുകളിൽ എവിടെയെങ്കിലും ഈ ഒരു വെപ്പൺ ഉണ്ട് എങ്കിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ ഇറാന്റെ വ്യോമ മേഖലയിൽ കടക്കാൻ പോലും കഴിയുകയില്ല. ഇങ്ങനെ ഒരു ആയുധം ഇറാന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അമേരിക്കയുടെ ഒരു അത്ഭുതം സംഭവിക്കും. അമേരിക്കയുടെ ഡ്രോണുകൾക്കോ യുദ്ധവിമാനങ്ങൾക്കോ വ്യോമ മേഖലയിലൂടെ പറക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ കൈകളിലുള്ള മൊബൈൽ റിങ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ പല തരംഗങ്ങളും ഇതിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത് റിങ് ചെയ്യുന്നത്. പക്ഷെ നമുക്കാർക്കും കാണാൻ സാധിക്കുന്നല്ല. എന്ന പോലെ കാണാൻ സാധിക്കാത്ത മൈക്രോവേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധവിമാനങ്ങളെ നിഷ്ക്രിയമാക്കാൻ, ഡ്രോണുകളെ തകർത്ത് കളയാൻ സെക്കൻഡുകൾ മാത്രം മതി. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ മൈക്രോവേവ് ഓവനുകൾ ഉണ്ടല്ലോ, ഭക്ഷണ പദാർത്ഥം ചൂടാക്കാൻ നാം ഉപയോഗിക്കുന്ന. ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആയുധമാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള മൈക്രോവേവ് ആണെങ്കിലും ശരി, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ പരിശോധിക്കാം. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ചൈനയുടെ ഈ ഒരു സ്റ്റാർലിങ്ക് കില്ലർ എന്നറിയപ്പെടുന്ന ഈ ഒരു മൈക്രോവേവ് ആയുധം. എലോൺ മസ്കിന്റെ സാറ്റലൈറ്റുകളെ പോലും ഇതിന് തകർത്ത് കളയാൻ സാധിക്കും. പക്ഷെ ഒന്നും കാണാൻ കഴിയില്ല. ആ രീതിയിൽ അതിന് തകർക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് പറയുന്നത് തന്നെ ചൈന സ്റ്റാർലിങ്ക് കില്ലർ എന്നാണ്. അത്രയും ശക്തമായ വേവ്സുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഓവൻ. ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാനിവിടെ ആദ്യമായി പറയുന്നത്. ഇവിടെ നമുക്ക് നേരെ പവർ ഇതിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ പവർ കേബിൾ ആണ്. ഈ പവർ നേരെ എത്തുന്നത് മാഗ്നട്രോൺ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തേക്കാണ്. ഇത് തന്നെയാണ് ആയുധങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ഈ മാഗ്നട്രോൺ എന്നറിയപ്പെടുന്ന ഇത് തന്നെയാണ്. ഇതിലേക്ക് എനർജി എത്തുമ്പോൾ അത് നേരെ എനർജിയെ മൈക്രോവേവ്സുകളാക്കി മാറ്റുകയാണ്. ഈ മൈക്രോവേവ്സുകൾ നേരെ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ചെന്ന് തട്ടുമ്പോൾ അവിടെ ഭക്ഷണ പദാർത്ഥം ചൂടാകാൻ തുടങ്ങും. പക്ഷെ എങ്ങനെയാണ് ഇത് ചൂടാകുന്നത്? അവിടെ നമുക്ക് തീ കാണാനില്ല. മാത്രമല്ല, ഇത് തുറന്നു നോക്കുമ്പോൾ ഇതിന്റെ ചുറ്റുഭാഗങ്ങൾ എവിടെയും ചൂടായിട്ടില്ല. നമ്മൾ എടുത്തു വെച്ച പാത്രം പോലും ചൂടായിട്ടില്ല. പക്ഷെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇതെന്തൊരു അത്ഭുതമാണ്! പക്ഷെ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. നമ്മുടെ ഭക്ഷണങ്ങളിലെല്ലാം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതായത് വാട്ടർ മോളിക്യൂൾസുകളാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ എല്ലാം ഉള്ളത്. എന്നാൽ വാട്ടർ മോളിക്യൂൾസുകൾക്ക് പ്രത്യേകതയുണ്ട്. പോളാർ മോളിക്യൂൾസ് ഇനത്തിലാണ് അതിനെ കണക്കാക്കുന്നത്. അതായത് ഒരു പോളാർ മോളിക്യൂൾസും അതുപോലെ നോൺ പോളാർ മോളിക്യൂൾസും തമ്മിലുള്ള വ്യത്യാസം. പോളാർ മോളിക്യൂൾസിന്റെ രണ്ട് ഭാഗങ്ങളിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എനർജികൾ ഉണ്ടായിരിക്കും. ഈ പോളാർ മോളിക്യൂൾസുകൾക്ക് കാന്തങ്ങൾക്ക് നമുക്കറിയാം നോർത്ത് സൗത്ത് പോളുകൾ ഉണ്ടല്ലോ. എന്ന പോലെ ഈ പോളാർ മോളിക്യൂൾസുകൾക്ക് രണ്ട് ഭാഗങ്ങളിലും ഒരു ഭാഗം നെഗറ്റീവ് മറ്റൊരു ഭാഗം പോസിറ്റീവായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ജലം ഒരു പോളാർ മോളിക്യൂൾസ് ആയത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വെള്ളത്തിൽ രണ്ട് ഹൈഡ്രജനും H2O എന്നാണല്ലോ പറയുന്നത്, ഒരു ഓക്സിജനുമാണ്. ഈ എച്ചിന്റെ ഭാഗത്തേക്ക് ഹൈഡ്രജന്റെ ഭാഗത്ത് പോസിറ്റീവ് എനർജിയും ഓക്സിജന്റെ ഈ ഭാഗം നെഗറ്റീവ് എനർജിയുമായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ മോളിക്യൂൾസ് ജല തന്മാത്രകൾ ഓരോ ഭാഗങ്ങളും നെഗറ്റീവ് പോസിറ്റീവ് എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അത് പോസിറ്റീവും നെഗറ്റീവുമായി പോളാർ മോളിക്യൂൾസിൽ വരുന്നത് എന്നത് വളരെ ധാരാളം പഠിക്കേണ്ട വിഷയമാണ്. അത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കാന്തം നമുക്കറിയാം, അതിന് രണ്ട് പോളുകളുണ്ട്, സൗത്ത് നോർത്ത് പോളുകളുണ്ട്. എന്താണ് ഈ പോളുകളുടെ പ്രത്യേകത? നോക്കൂ നിങ്ങൾ, ഇത് രണ്ട് കാന്തമാണ്. ഈ കാന്തത്തിന്റെ സൗത്തും നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വികർഷിക്കുകയാണ് ചെയ്യുക, നേരെ തമ്മിൽ ചേരുകയില്ല. അതേ സമയത്ത് നോർത്തും സൗത്തുമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ, ഒരു അടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ പെട്ടെന്ന് ആകർഷിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഈ സൗത്ത് പോളുകൾ തമ്മിൽ അടുപ്പിക്കുകയാണെങ്കിൽ അത് ദൂരേക്ക് അകലുന്നു. ഒരു സൈഡിലേക്ക് നമ്മൾ പിടിച്ചാൽ അത് കറങ്ങുകയും ചെയ്യും. കാരണം ഈ നോർത്ത് ഭാഗത്തേക്ക് ആകർഷിക്കുന്നത് കൊണ്ട് തന്നെ നോർത്ത് ഇങ്ങോട്ട് ആകർഷിക്കുകയും സൗത്ത് നേരെ ദൂരദിശയിലേക്ക് മാറുകയും ചെയ്യും. ഇങ്ങനെ കറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോറുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ ഉണ്ടാകുന്നത് വൈദ്യുത കാന്തമാണ്. അതുകൊണ്ട് ഇതേ രൂപത്തിലുള്ള പ്രവർത്തനമാണ് അതൊക്കെ കറങ്ങാൻ കാരണമാകുന്നത്. എന്തായിരുന്നാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ജലത്തിന്റെ ഒരു ഭാഗം നെഗറ്റീവും മറ്റൊരു ഭാഗം പോസിറ്റീവുമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാഗ്നട്രോണിൽ നിന്ന് വരുന്ന മൈക്രോവേവ്സുകൾ ഇത് ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് തവണ
അതിന്റെ പോസിറ്റീവും നെഗറ്റീവും മാറിക്കൊണ്ടിരിക്കും. ഈ മൈക്രോവേവിന്റെ നെഗറ്റീവ് ചെല്ലുമ്പോൾ അവിടെയുള്ള പോസിറ്റീവ് അതിനോട് അടുത്തു വരുന്നു. എന്നാൽ ഉടനെ തന്നെ ഇവിടെ മൈക്രോവേവ് പോസിറ്റീവായി മാറുന്നു, അപ്പോൾ നെഗറ്റീവ് അതിനോട് അടുത്തു വരുന്നു. ഇങ്ങനെ ഭക്ഷണ പദാർത്ഥത്തിലെ അല്ലെങ്കിൽ ജലാംശത്തിലുള്ള ഈ മോളിക്യൂൾസുകൾ, ഈ തന്മാത്ര ആ ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് തവണ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സെക്കൻഡിൽ 250 കോടി തവണയാണ് ഈ വാട്ടർ, ഈ ജലതന്മാത്രയിലെ നെഗറ്റീവും പോസിറ്റീവും മാറുന്നത് കൊണ്ട് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ഘർഷണം, ഫ്രിക്ഷൻ സംഭവിക്കുകയാണ്. ഈ ഘർഷണം മൂലമാണ് സ്വാഭാവികമായും ഭക്ഷണം ചൂടാകുന്നത്. നമ്മൾ കൈ രണ്ടും ചേർത്ത് ഉരസിയാൽ കൈ ചൂടാവാറുണ്ടല്ലോ എന്ന പോലെ ഇതിന്റെ ഉള്ളിലുണ്ടാകുന്ന ഈ കറക്കം, മോളിക്യൂൾസിന്റെ ഉള്ളിൽ നെഗറ്റീവ് പോസിറ്റീവ് തമ്മിൽ മാറി മാറി കറങ്ങുന്നത് ഒരു സെക്കൻഡിൽ 250 കോടി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാരണത്താൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആൻഡ് ഹീറ്റ്, അതായത് ഘർഷണം മൂലം ചൂടാവുക എന്ന തത്വമാണ് നമ്മുടെ മൈക്രോവേവിലെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ചൂടാവാനുള്ള കാരണം. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം ജലാംശം അടങ്ങിയത് കൊണ്ടാണ് ഇത് ചൂടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാത്രം ചൂടാകാറില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഭിത്തികൾ, ഈ മൈക്രോവേവിന്റെ ഈ ഭാഗങ്ങളൊന്നും ചൂടാകാറില്ല. ഭക്ഷണ പദാർത്ഥം മാത്രം ചൂടാകുന്നു. നമ്മൾ വെച്ച വെള്ളം ചൂടാകുന്നു, ഗ്ലാസ് ചൂടാകുന്നില്ല. ഇതിന്റെ കാരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഇവിടെ ഈ വെപ്പൺ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ എല്ലാം ഇതുപോലെ വലിയ രൂപത്തിലുള്ള എനർജി സപ്ലൈ ചെയ്യുന്നു. ഈ മാഗ്നോട്രോണിലേക്ക് വലിയ എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത്. അവിടെ നിന്ന് സാധാരണ നമ്മൾ കാണുന്ന മൈക്രോവേവ് ഓവനിൽ ചെറിയ രൂപത്തിലാണ് എങ്കിൽ ഇത്തരം ആയുധങ്ങളിൽ നിന്ന്, വെപ്പൺസുകളിൽ നിന്ന് അതിശക്തമായ മൈക്രോവേവ് ആണ് പുറത്തേക്ക് വരുന്നത്. ഈ മൈക്രോവേവ് പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലുള്ള ഒരു സാറ്റലൈറ്റ് ഡിഷ് ആന്റിന പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ തരംഗങ്ങൾ ചിതറിപ്പോകാതെ ഒരു ബീം പോലെ ആകാൻ, ഒരു ലേസർ ബീമിനോട് സമാനമായ രീതിയിലുള്ള ഒരു ബീമായി അതിനെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഒരു ഡിഷ് ആന്റിന ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് ഈ മൈക്രോവേവ്സുകൾ എത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള റേഡിയോ നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കുക. അതിന്റെ അടുത്ത് വെച്ച് നിങ്ങളുടെ മൊബൈൽ റിങ് ചെയ്യുമ്പോൾ ആ റേഡിയോയിൽ പ്രത്യേകമായ ഒരു ശബ്ദം വരുന്നത് കാണാമല്ലോ. നമ്മുടെ റിങ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ എന്തൊക്കെയോ ശബ്ദമാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഒരു പ്രത്യേക ശബ്ദമൊക്കെ വരാറുണ്ട്. അതിന്റെ കാരണം ഈ തരംഗങ്ങൾ ആ റേഡിയോയിലുള്ള ഇലക്ട്രോണിക്സ് ബോർഡുകളിൽ ഉണ്ടാക്കുന്ന എനർജിയിലുള്ള ചെറിയ വ്യതിയാനങ്ങളാണ്. ആ വ്യതിയാനമാണ് അവിടെ റേഡിയോയിൽ കാണുന്നത് എങ്കിൽ ഇതുപോലെ യുദ്ധവിമാനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഡ്രോണുകളാണെങ്കിലും ഇതിലെല്ലാം ഉള്ള ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളായതുകൊണ്ട് അതിലേക്ക് ഈ വേവ്സുകൾ തട്ടുമ്പോൾ അതിശക്തമായ എനർജി അവിടെ ഉണ്ടാവുകയാണ്. ഒരു സാധാരണ ഒരു ഇടിമിന്നൽ ഏതെങ്കിലും നമ്മുടെ ഒരു ഡിവൈസുകളിൽ ഏറ്റാൽ അത് കത്തിപ്പോകാറുണ്ട്. അതിന്റെ ബോർഡ് എനർജി വളരെ കൂടുകയും സർക്യൂട്ട് കത്തിപ്പോവുകയും ചെയ്യും. അതല്ല എങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഹാങ് ആകുന്നത് പോലെ അത് ഹാങ് ആവുകയോ അത് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയോ ചെയ്യും. ഇങ്ങനെയാണ് മൈക്രോവേവ് വെപ്പൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആയുധം ഇറാനിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് അമേരിക്കയുടെ അവസാനമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കക്ക് ഭയം. എന്നാൽ ചൈന ഇങ്ങനെ ഒരു വെപ്പൺ ഇറാന് സപ്ലൈ ചെയ്യുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ഒരു യുദ്ധം അമേരിക്കയോട് എതിരെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ചൈനയുടെയും റഷ്യയുടെയും യഥാർത്ഥ ശത്രുവാണ് അമേരിക്ക. അതുകൊണ്ട് അമേരിക്കയെ ഏതെങ്കിലും രീതിയിൽ തകർക്കാനുള്ള അവസരങ്ങൾ, മാത്രമല്ല അവരുടെ ഇത്തരത്തിലുള്ള വെപ്പൺസുകൾ ടെസ്റ്റ് നടത്തുക, ഇതെല്ലാം അവർക്ക് ഇതിലൂടെ സാധ്യമാകും. അമേരിക്കൻ യുദ്ധവിമാനങ്ങളിലും ആയുധങ്ങളിലും ഇതിന്റെ ഇമ്പാക്ട് എന്താണ് എന്ന് ചൈനക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇറാനിൽ സ്വാഭാവികമായും ചൈന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ചില വാർത്തകളെല്ലാം മൈക്രോവേവ് വെപ്പൺസ് ഇറാനിൽ ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് രഹസ്യമായ പലതും, വെളിപ്പെടുത്താത്ത പലതും ഇപ്പോൾ ഇറാനിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഇറാൻ ധൈര്യമായി യുദ്ധത്തിന് റെഡിയാണ് എന്ന് പറയുന്നതിന്റെ പിന്നിൽ എങ്ങനെ പലതും ഉണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും അമേരിക്ക ഇപ്പോൾ യുദ്ധത്തിന് പെട്ടെന്ന് കടന്നു വരാതെ പിന്നോട്ട് പോകുന്നതിൽ പല കാരണങ്ങളും ഉണ്ടാകാം. ഡെൽറ്റ ഫോഴ്സ് അല്ല, അതിന്റെ എത്രയോ 10 മടങ്ങുള്ള ശക്തികളാണെങ്കിൽ പോലും ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഉപയോഗിച്ചല്ലേ ഇത്തരം ഓപ്പറേഷൻ നടത്താൻ കഴിയൂ. പക്ഷെ ഇത്തരം ഒരു വെപ്പൺ ഉണ്ടെങ്കിൽ പിന്നെ ആ ഡെൽറ്റയുടെ കഥ തീരും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും പെട്ടെന്ന് വെനിസ്വേലയെ പോലെ ഇറാനിൽ പരീക്ഷിക്കാൻ അമേരിക്കക്ക് സാധിക്കാതെ വരുന്നത്.